ഓർമ്മപ്പുഴയുടെ പൈതല അന്നൊഴുകി കിട്ടിയ കർമ്മന നാടിയ മുഴുവൻ സ്വന്തമായി എൻ ജീവനിൽ വളരുന്നീ കുടിൽ നെയ്യുവാൻ മുകിലുകൾ അതിൽ മാറി വിളിച്ചു വരുക നിനക്കൊരു കുടം കുളിരുമായി മഴ മഴ മണി മഴ വരവാ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ മത്തിക്കറിയാണ്, മുളകിട്ട മത്തിക്കറി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ചട്ടിയാണ്. ആ ചട്ടിയെ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ശരിക്കും ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, ഇത്ര ഐറ്റംസ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇന്ന് നമ്മൾ മത്തിക്കറി വെക്കുന്നത് അടുപ്പിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പുകയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇടയ്ക്ക് പുക വരുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ട പൊടികളെടുത്ത് വയ്ക്കാം. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ മുളക് വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മുളകാണ് കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇതിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. നമ്മുടെ പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ആ പൊടിയൊന്ന് ആ തേങ്ങാപ്പാൽ കിടന്നൊന്ന് തിളയ്ക്കണം. തിളച്ച് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ആ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് നമ്മുടെ അരപ്പ് ഇവിടെ പാകമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ഏകദേശം ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ മീനിന് ആവശ്യമായിട്ടുള്ള പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് നമ്മുടെ മീൻ വേകാൻ മാത്രം ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂടുവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നല്ല തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളം ഒഴിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയുടെ കഷ്ണങ്ങൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മത്തി കഷ്ണങ്ങളൊക്കെ നമുക്ക് ആ ചാറിലേക്കൊന്ന് മുക്കി വയ്ക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നോക്കി നമ്മുടെ മത്തിക്കറിയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കറി നല്ല പാകമായിട്ടുണ്ട്, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മത്തിക്കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മത്തി മേടിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.